ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് പാലക്കാട് നിന്ന്. പാലക്കാട് ഒറ്റപ്പാലത്ത് ഒരാൾ ആസിഡ് കുടിച്ച് ചികിത്സയിലായിരുന്നു. അയാൾ മരിച്ചു. വേങ്ങശ്ശേരി സ്വദേശി രാധാകൃഷ്ണനാണ് ഈ ചികിത്സയിലിരിക്കെ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. വെള്ളമാണെന്ന് കരുതി ആസിഡ് എടുത്ത് കുടിക്കുകയായിരുന്നു. പക്ഷേ എന്താണ് പെട്ടെന്ന് എങ്ങനെയാണ് അവിടെ ആസിഡ് വന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഒരു പെട്ടെന്ന് ദാഹം തോന്നി പെട്ടെന്ന് വെള്ളമെന്ന് തെറ്റിദ്ധരിച്ച് ആസിഡ് കുടിച്ചതാണ്. അത് അകത്തേക്ക് ചെന്നപ്പോൾ ശരീരമാസകലം അല്ലെങ്കിൽ പുറത്തല്ല അകത്ത് നല്ലോണം പൊള്ളലേറ്റ് കാണും. അതായത് ഈ അന്നനാളി മുതൽ ഈ വയറ് വരെയുള്ള എല്ലാ ഉപകരണങ്ങളും കത്തിപ്പോകാനേ സാധ്യതയുള്ളൂ. കാരണം ആസിഡ് എന്നുള്ളത് നമുക്കറിയാം അത്രത്തോളം ഈ ഇത്തരത്തിൽ ഈ രാസപ്രവർത്തനം അത്രത്തോളം നടക്കുന്നുണ്ട്. അത്ര വേഗത്തിലാണ് ഈ ആസിഡിനെ സംബന്ധിച്ചൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ഒരു അമ്ലത്വത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അമ്ലത്വം കൂടുന്നതിനനുസരിച്ച് അത് എങ്ങനെയായിരിക്കും അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക. നമ്മൾ പണ്ടൊക്കെ ഈ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ സൾഫ്യൂരിക് ആസിഡൊക്കെ കയ്യിൽ ഒരിറ്റ് വീണ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തുളഞ്ഞ്, അല്ലെങ്കിൽ കൈപ്പത്തിയിൽ ഒരിറ്റ് വീണ് കഴിഞ്ഞാൽ അത് തുളഞ്ഞ് താഴെ കൂടെ പോകുന്നത്, ഇത്തരത്തിലുള്ള ആസിഡ് ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ആസിഡ് ദേഹത്ത് വീണാലോ അല്ലെങ്കിൽ തൊലിയിൽ വീണാലോ ചർമ്മത്തിൽ വീണാലോ ഒക്കെ ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളം എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോകുമ്പോൾ ആഘാതം എത്രത്തോളം വലുതാകും എന്നുള്ളത് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഊഹിക്കാൻ പോലും പറ്റില്ല, അത്രത്തോളം ഭീകരമാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ദാഹം തോന്നി വെള്ളമാണെന്ന് കണ്ട് തെറ്റിദ്ധരിച്ച് ആ ആസിഡ് എടുത്ത് കുടിച്ചതാണ്. ആ ആസിഡ് കുടിച്ചപ്പോൾ തന്നെ അതിൻ്റെ രാസപ്രവർത്തനം തുടങ്ങി. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഉള്ളിലൊക്കെ കത്തിപ്പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉള്ളിലത്തെ അവയവങ്ങൾക്ക് അത്ര വലിയൊരു ആഘാതം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിശ്ചയമാണ്. ചികിത്സയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചികിത്സയിലായിരുന്ന വേങ്ങേരി സ്വദേശി രാധാകൃഷ്ണൻ മരിച്ചിരിക്കുന്നു. പാലക്കാട് ഒറ്റപ്പാലത്താണ് സംഭവം. ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ ആനുകൂല്യങ്ങൾ നൽകിയാണ് UDF ജയിച്ചതെന്ന് LDF സ്ഥാനാർത്ഥി നടരാജൻ.